നമസ്കാരം സാർ. നമ്മളെല്ലാവരും മെക്ലോഡ് സ്കൂളിൽ നിന്ന് വരുന്നു. ഇന്ന് സാറിനെ നേരിൽ കാണാനും സംസാരിക്കാനും ലഭിച്ച ഈ അവസരം നമുക്ക് വളരെ സന്തോഷകരമായതാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം, സാറ് രാഷ്ട്രീയത്തിൽ ഭയങ്കര സജീവമായിട്ടുണ്ടല്ലോ. എങ്കിലും സാറിൻ്റെ തിരക്കിനിടയിലും പുസ്തകത്തെ സ്നേഹിക്കാനും സാറിൻ്റെ വായിക്കാനുള്ള സമയം സാറിന് എങ്ങനെ കിട്ടുന്നു? അതുപോലെ എന്താ പ്രചോദനം ചെയ്യുന്നത് അതിൽ? അത് രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനമാണെങ്കിലും ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള പൊതുപ്രവർത്തനമാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും, ഇനി അധ്യാപനമാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും പിന്നെ മറ്റേതെങ്കിലും തൊഴിൽ മേഖലയാണെങ്കിലും എഞ്ചിനീയറിംഗ് മേഖലയാണെങ്കിലും ഏത് മേഖലയാവട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, അവരുടെ വായനക്കാരനാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ വായനക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനെ, വായനക്കാരനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ, വായനക്കാരനായ ഒരു അധ്യാപകനെ, വായനക്കാരനായ ഒരു ഡോക്ടറെ, വായനക്കാരനായ ഒരു കൃഷിക്കാരനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ചിന്തകളിൽ, അവരുടെ ഇടപെടലുകളിൽ ഒക്കെ കൃത്യമായ ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. അത് കേവലം അവനവൻ്റെ മേഖലകളിൽ മാത്രം അറിവുള്ളവരായി മാറുക എന്നുള്ളതല്ല പ്രധാനം. ഡോക്ടർ പൂർണ്ണനാവുന്നത് അയാളുടെ മെഡിസിൻ വിഭാഗത്തിൽ അയാളുടെ ചികിത്സാ രീതികൾ മാത്രം പൂർണ്ണമായ അറിവുകൊണ്ടല്ല. അയാൾക്ക് ലോകത്തെക്കുറിച്ച്, അയാൾ ജീവിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ഒക്കെ ബോധ്യമുണ്ടാവണമെങ്കിൽ ഒരു വായനക്കാരൻ കൂടി ആവണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പോൾ നിരവധി ജീവിതാനുഭവങ്ങൾ സ്വായത്തമാക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് വായന മാത്രമാണ്. വായന അറിവിന് തിരിച്ചറിവാക്കും, അത് ബുദ്ധിയെ ബോധമുള്ളതാക്കും. സാറിൻ്റെ വീട്ടിൽ ലൈബ്രറി സ്ഥാപിക്കാൻ ഉണ്ടായ പ്രചോദനം എന്താണ്? അതുപോലെ തന്നെ ഇത് സാറിനെ എങ്ങനെയാണ് സാറിൻ്റെ എഴുത്തിനെയൊക്കെ സ്വാധീനിക്കുന്നത്? ഞാൻ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റാണ്. നേരത്തെ സുൽത്താൻ ബത്തേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് ബത്തേരി കഴിഞ്ഞ 10 വർഷത്തോളം സുൽത്താൻ ബത്തേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ്. ഞാൻ അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ, സെക്രട്ടറിയായി ചുമതല എടുക്കുമ്പോൾ ബത്തേരിയിൽ താലൂക്കിലാകെ, ബത്തേരി എന്ന് പറയുന്നത് ബത്തേരി മുനിസിപ്പാലിറ്റി, നെന്മേനി പഞ്ചായത്ത്, നൂൽപ്പുഴ പഞ്ചായത്ത്, മീനങ്ങാടി പഞ്ചായത്ത്, പൂതാടി പഞ്ചായത്ത്, മുള്ളമുല്ലി പഞ്ചായത്ത്, പുൽപ്പള്ളി പഞ്ചായത്ത്, ഇങ്ങനെ 8 പഞ്ചായത്ത്. ഈ 8 പഞ്ചായത്തുകളിലായി 50 ലൈബ്രറികൾ മാത്രമുണ്ടായി. 5 വർഷം കൊണ്ട് ഞങ്ങളുടെ ഒരു ഇടപെടലിൻ്റെ ഫലമായി ആ ലൈബ്രറികളുടെ എണ്ണം 100 വന്നു. അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്. അപ്പോൾ മലബാറിൽ തന്നെ എനിക്കൊന്ന് കേരളത്തിന് അത്രയും ലൈബ്രറികൾ ഈ 5 വർഷത്തിൽ സ്ഥാപിക്കപ്പെട്ടൊരു താലൂക്ക് ഉണ്ടായിട്ടില്ല. ഈ ലൈബ്രറികൾ പ്രത്യേകം എന്താണ്? ലൈബ്രറി കേവലം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വായനാ കേന്ദ്രങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ അടുക്കി വെച്ച് വരുന്നവർക്ക് പുസ്തകം കൊടുക്കുന്ന കേന്ദ്രം മാത്രമല്ല. ലൈബ്രറികളുടെ ഒരു പ്രത്യേകത, ലൈബ്രറികൾ എന്ന് പറയാം, വായനശാല എന്ന് പറഞ്ഞാൽ അതൊരു സാംസ്കാരിക കേന്ദ്രമാണ്. ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് ഈ ലൈബ്രറികൾ. ലൈബ്രറികളിൽ വായനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ വായന അനുബന്ധമായി നിരവധി പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിനൊപ്പം വായനയുടെ ലോകത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനുണ്ട്. വായന മരിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെ. അപ്പോൾ വായനയെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണുന്ന എത്രയോ കുട്ടികൾ, ഇപ്പോൾ പുതിയ തലമുറ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു SSLC കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിന് ഞാൻ പുൽപ്പള്ളി പോയി. അപ്പോൾ പുൽപ്പള്ളി പോയപ്പോൾ ഈ A+ കുറേ കിട്ടിയ കുട്ടികൾ, അവർക്കൊക്കെ മെമൻറ്റോ കൊടുത്തിട്ട് കുറച്ച് കുട്ടികൾക്ക് വേറെ അഡീഷണൽ മെമൻറ്റോ കൊടുക്കും. അപ്പോൾ നോക്കുമ്പോൾ ആ A+ കിട്ടിയ ഒരു കുട്ടിയുടെ പേര് ഞാൻ മറന്നു. ആ കുട്ടി, 2 കുട്ടികൾ, ഒരു കുട്ടി 86 പുസ്തകം കഴിഞ്ഞ വർഷം വായിച്ചു. 86 പുസ്തകങ്ങൾ ആ കുട്ടി വായിച്ചു. കുട്ടിക്ക് A+ കിട്ടി. ഇപ്പോൾ ലൈബ്രറി പോകാമെന്ന് പറഞ്ഞാൽ അച്ഛന്മാരും ടീച്ചർമാരെ ലൈബ്രറി എപ്പടി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കുകയെന്ന് പറയുന്ന കുട്ടികൾക്ക് എനിക്ക് കിട്ടിയൊരു ഒരു ഉദാഹരണം ഇതാണ്. അവർ 86 പുസ്തകം, എനിക്ക് ഉറപ്പാണ് ആ കുട്ടി വയനാട്ടിൽ IAS, ഒരു 10 വർഷത്തിനുള്ളിൽ വയനാട്ടിൽ IAS ആ കുട്ടിയായിരിക്കും എനിക്കല്ലോ. വേറൊരു കുട്ടി 54 പുസ്തകങ്ങൾ വായിച്ചു, കുട്ടിക്കും A+. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണനാവുന്നു എന്ന് നമ്മൾ പറയുന്നു. സാറിന് അപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് വായനയോടൊരു ഇത് വന്നത്? വായന പഠനകാലം തൊട്ടേ വായനയോട് വലിയ ആഭിമുഖ്യം തോന്നുന്നു. വായന എനിക്ക് ഓർക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ C. രാധാകൃഷ്ണനാണ്. പഠനകാലത്ത് എനിക്ക് നല്ല ഓർമ്മകളും. ഇപ്പോൾ പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും, മുൻപേ പറക്കുന്ന പക്ഷികൾ. ഞാൻ പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും എടുത്തിട്ട്, അന്നൊക്കെ പുസ്തകം കിട്ടാൻ നമ്മൾ ഇന്നത്തെ പോലെയല്ല. കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് പുസ്തകം കിട്ടണമെങ്കിൽ കോളേജ് ലൈബ്രറിയിൽ പോയിട്ട് ലൈബ്രറിയിൽ നിന്ന് സോപ്പടിച്ച് അയാൾക്ക് പഴംപൊരി ചായയൊക്കെ വാങ്ങിക്കൊടുത്ത്
എന്നാലാണ് നമ്മൾ ഇഷ്ടപ്പെട്ട പുസ്തകം കിട്ടിയ അന്ന് പുള്ളിപ്പുള്ളി പക്ഷേ അന്ന് ക്ലാസ് കട്ട് ചെയ്ത് മുഴുവൻ വായിച്ചു. അന്ന് രാത്രി വിളിച്ച് രാത്രി 2 മണിയോടെ വായിച്ചു തീർക്കാൻ ഇപ്പോൾ ഇന്നും ഓർമ്മയുണ്ട്. അപ്പോൾ അതിനോടുള്ള ഒരു വേറെ നമുക്ക് അന്ന് മൊബൈലും ഒന്നും ഇല്ലല്ലോ, വായന മാത്രമാണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പോൾ അന്ന് വായിച്ചു തീർത്ത ഒരു അനുഭവം അതുണ്ട്. അതുപോലെ മുൻപേ പറക്കുന്ന പക്ഷികൾ, അതുപോലെ കയറ്, പിന്നെ അത് എത്രയോ പുസ്തകങ്ങൾ, പിന്നെ 2-ാം ഊഴം, 4 കെട്ട്, ഇങ്ങനെ തുടങ്ങി എത്രയോ ക്ലാസിക്കുകൾ അന്ന് തന്നെ നമ്മൾ ഒരു അന്ന് തൊട്ട് തന്നെ വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ചെറുപ്പത്തിലേ തൊട്ടുള്ള ശീലം. സർ, ഇപ്പോൾ കുറേ പേർക്ക് ഓൺലൈനിൽ വായിക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ലേ? അപ്പോൾ ഈ ശരിക്കും ഒരു ഹാർഡ് കോപ്പി ആയിട്ട് ബുക്ക് വെച്ചിട്ടും ഈ ഓൺലൈനിൽ വായിക്കുന്നതും സാറിൻ്റെ അഭിപ്രായം എന്താ? ഓൺലൈൻ വായന മോശം എന്നൊരു അഭിപ്രായം ഒരിക്കലും നമ്മൾ പറയുന്നത്. ഓൺലൈൻ വായനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കുറേ ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മാറുന്ന കാലത്തിനൊപ്പം നടക്കണം വായന, അതാണ് പ്രധാനം. എല്ലാ കാലത്തും നമ്മൾ പണ്ട് അച്ചടി മഷി കണ്ടുപിടിച്ചു, പ്രിൻ്റ് ചെയ്തു, ആ രീതി തന്നെ എല്ലാ കാലത്തും പിന്തുടരണം എന്ന് നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഓൺലൈൻ വായനയ്ക്ക് ചില പരിമിതികളുണ്ട്. ഒന്ന്, ഈ സ്ക്രീനിൽ കുറേ നേരം നോക്കി നിൽക്കുന്നതിൻ്റെ പ്രയാസം. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇതിൻ്റെ ഈ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ സ്പീഡ്, ഇതെല്ലാം ഒരു പ്രയാസമാണ്. പക്ഷേ ഒരു ഹാർഡ് കോപ്പി വായന എന്ന് പറയുന്നത് അതിലൊക്കെ നമുക്ക് അതിലൊക്കെ ഒരു എളുപ്പമുണ്ട്. നമുക്ക് കഴിഞ്ഞ ഇടത്തിന് മടക്കി വെക്കാനും എടുത്ത് വെക്കാനും കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓൺലൈൻ വായന മോശം എന്നുള്ള അഭിപ്രായമില്ല. ഓൺലൈൻ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. ഇപ്പോൾ കിൻഡൽ, ഒരുപാട് ആപ്പുകൾ ഇതുമായിട്ട് വായനയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ മാറുന്ന വായനാ രീതി, അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ വായന മാത്രമല്ല, വായനകൾ കേൾക്കുക. ഇപ്പോൾ ഒരു കഥ, ഇപ്പോൾ പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ആ കഥ ഒരാൾ നന്നായിട്ട് അവതരിപ്പിച്ച് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ട് യാത്ര ചെയ്യുന്നു, ഇപ്പോൾ കേട്ടു. അപ്പോൾ വായനയുടെ ഒരു ഫീല് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് മോശമായിട്ട് കാണേണ്ട രീതിയൊന്നും നമുക്കില്ല. അതങ്ങനെയും അതിനെ പിന്തുടരും. അത് മോശം നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിക്കഴിഞ്ഞാൽ അത് നടത്തുക തന്നെ ചെയ്യുക. ഈ വായനയും മറ്റൊരു ഒരു വിഷ്വൽ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, അതിപ്പോൾ ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ അതിൻ്റെ മറ്റേ രീതി ആവട്ടെ, വായിക്കുമ്പോൾ നമ്മൾ ആ കഥയിലെ കഥാപാത്രം നമ്മളുമായിട്ട് നേരിട്ടങ്ങ് സമ്മതിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ഇല്ല, നമ്മൾ നേരിട്ടങ്ങ് സമ്മതിക്കും. പക്ഷേ സിനിമ അതല്ല, സീരിയൽ അതല്ല. ഇപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് പെപ്സി കുടിക്കാം, അല്ലേ, കടല കുറിക്കാം, വേണമെങ്കിൽ മൊബൈലിൽ കളിക്കാം, എന്നാലും സിനിമ കാണാം. പക്ഷെ വായിക്കുമ്പോൾ വായിച്ചുകൊണ്ടിരിക്കും, നമ്മളെ വായന എടുക്കും, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മൊബൈൽ കളിക്കാൻ പറ്റും ഇല്ല. വായനയും അതിലെ ആ കഥാസന്ദർഭങ്ങളും നമ്മളുമായിട്ട് നേരിട്ടങ്ങ് സമ്മതിക്കാം. അതാണ് വായനയുടെ ഒരു പ്രത്യേകത. വായന മനുഷ്യന് ഇന്നുണ്ടാകുന്ന വെച്ചാൽ മാനവികത ഉണ്ടാകും. മാനവികത അത് പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറയാം, നെയ്പ്പായസം വായിച്ചിട്ടുണ്ടോ അറിയില്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നല്ല, മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം വായിക്കുന്ന ഒരു കുട്ടി, ഞാൻ പറയാം, ഒരു കാരണവശാലും ആ കുട്ടി ഒരു ഭക്ഷണം പഴക്കില്ല. അത് കഥ മാത്രമൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ കവിതയാണെങ്കിലും, ഇപ്പോൾ കവിത ഞാൻ പറയാം, ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ്റെ ഒരു കവിതയുണ്ട്, ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയ്ക്കൊരാർത്തനാദം പോൽ ജീവിതം ചെയ്തു. ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയ്ക്കൊരാർത്തനാദം പോൽ നമുക്ക് 2 വരിയുണ്ട്. അത് എത്ര മനോഹരമാണ്. ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയ്ക്കൊരാർത്തനാദം പോൽ ജീവിതം ചെയ്തു. ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു തരിക. അങ്ങനെ 2 ജീവിതത്തിൽ വലിയ ഗതിമുട്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ ആത്മഹത്യയ്ക്ക് ഒരു പരിഹാരമില്ലാന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൻ്റെ എല്ലാ ഗതിയും മുട്ടി സ്വസ്ഥത മുട്ടി കിടക്കുന്ന കുറേ ആൾക്കാർ. എന്നാൽ ആരെങ്കിലും ഒന്ന് കൊന്നു തരും, അതുമില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ജീവിതം. ഇത്ര മനോഹരമായിട്ട് 2 വരി ഇവിടെ ചുള്ളിക്കാട് പറയുന്നു. ആണ് വായന നമുക്ക് നിന്ന് അറിവിനെ തിരിച്ചറിവാക്കും, ബുദ്ധിയെ ബോധമുള്ളതാക്കും എന്ന് പറയാനുള്ളൊരു കാരണം. അത് നല്ല വായനക്കാരനാവുക, അതൊരിക്കലും ജീവിതത്തിൽ നഷ്ടമാവില്ല. സാർ, ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്? ലൈബ്രറി 2 തരമുണ്ട്. ഒന്ന് പൊതു ലൈബ്രറിയാണ്, മറ്റൊന്ന് പ്രൈവറ്റ് ലൈബ്രറിയാണ്. പ്രൈവറ്റ് ലൈബ്രറി ഉണ്ട്, പബ്ലിക് ലൈബ്രറി ഉണ്ട്. ഇപ്പോൾ ഒരു പബ്ലിക് ലൈബ്രറിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ലൈബ്രറി കൗൺസിലിന് അഫിലിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ 3 നിബന്ധനകളാണ് ഒന്നുള്ളത്. ഒന്ന്, ഒരു കെട്ടിടം വേണം. കെട്ടിടം മീൻസ് പുസ്തകങ്ങൾ വെക്കാനുള്ള 100 സ്ക്വയർ ഫീറ്റിൽ ഒരു കെട്ടിടം. രണ്ടാമത്തത് 1000 പുസ്തകങ്ങൾ വേണം. മൂന്നാമത്തത് കുറഞ്ഞത് 2000 പുസ്തകങ്ങളും ഒരു വർഷം വിതരണം ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടാക്കണം. പിന്നെ വേണ്ടത് കുറേ ഡോക്യുമെൻറ്റേഷനാണ്. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 14ഓളം രജിസ്റ്റർ, പുസ്തക സ്റ്റോക്ക് രജിസ്റ്റർ, പുസ്തക വിതരണ രജിസ്റ്റർ, പത്രമാസിക രജിസ്റ്റർ, അതുപോലെ തന്നെ ഉപകരണ രജിസ്റ്റർ, സന്ദർശന ഡയറി, ഇൻസ്പെക്ഷൻ ഡയറി, അതുപോലെ തന്നെ യുവജനവേദി, വായോജനവേദി, ബാലവേദി, ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വേദികൾ ഒക്കെ ഉണ്ട്. ആ വേദികളിൽ ഉപയോഗിക്കുക. ഈ പറഞ്ഞ 1000 പുസ്തകങ്ങൾ ശേഖരിച്ച് വെക്കുക എന്നുള്ള ഒരു പബ്ലിക് ലൈബ്രറിയുടെ ഏറ്റവും ആദ്യത്തെ ഘട്ടം.
ഇനി പ്രൈവറ്റ് ലൈബ്രറി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-20 പുസ്തകം ഉണ്ടെങ്കിൽ ഒരു ലൈബ്രറി 50 പുസ്തകം ഉണ്ടെങ്കിൽ ലൈബ്രറി ദാറ്റ്സ് അപ് ടു യു. അത് നമ്മൾ മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യം. പക്ഷേ ലൈബ്രറി കൗൺസിലിന് ഗ്രാൻറ്റ് കിട്ടണം, സർക്കാരിൻ്റെ ഗ്രാൻറ്റ് കിട്ടണമെങ്കിൽ അവരുടെ ഈ നോംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റും. ലൈബ്രറി കൗൺസിലെ പറ്റിയും പിന്നെ നമ്മുടെ ഈ സമൂഹം എങ്ങനെ ഒന്നായി നിൽക്കാനും പിന്നെ വായനയ്ക്കുള്ള ഒരു പക്വതയും നമ്മളെ വായന പുസ്തകങ്ങളോടെ നമ്മളെ നന്നായി വളരാനും സഹായിക്കാൻ വേണ്ടി സാറ് ഞങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോൾ മെക്ഡോഡ്സ് ഫാമിലിയിൽ നിന്ന് സാറ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സമയത്തിന് ഞങ്ങൾ വളരെ നന്ദി പറയുന്നു. താങ്ക് യു സർ.